ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സന്ധ്യ പോകാൻ തുടങ്ങുകയായിരുന്നു. ആ സമയം സേതു ഇടയ്ക്ക് വരികയും സന്ധ്യയുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ നീ ഇവിടെ വന്നാൽ എന്നെ കണ്ടിട്ടേ തിരികെ പോകുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ശീലമില്ല എന്ന് സേതു പറയുന്നു. എനിക്കറിയാച്ച, പക്ഷേ അച്ഛനെ വെറുതെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് സന്ധ്യ. വല്ലപ്പോഴുമുള്ള ശല്യമല്ലേ, അത് സാരമില്ല എന്ന് സേതു പറയുന്നു. അവിടേക്ക് ഇപ്പോൾ അവന്തിക വരുന്നു. ആഹാ സന്ധ്യ, ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നു. കുറച്ചു നേരമായി എന്ന് സന്ധ്യ. ഞാൻ ഇന്നലെയും കൂടി ആലോചിച്ചതേ ഉള്ളൂ, സന്ധ്യയെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്ന്. അപ്പോൾ അത് ശരി, കൂട്ടുകാരായ നിങ്ങൾ പോലും പരസ്പരം കാണാറില്ലല്ലേ? അടുത്ത കൂട്ടുകാരാവുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരസ്പരം നേരിട്ട് കാണണം, എല്ലാം പരസ്പരം തുറന്ന് സംസാരിക്കണം. സന്ധ്യ മോൾക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ലായിരിക്കും അല്ലേ എന്ന് സേതു. ഇല്ല അച്ഛാ, ഞാൻ അത്രയ്ക്ക് അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിലേ ലീവ് എടുക്കാറുള്ളൂ. ഇനി ഞാനൊരു ഓൺ ലീവ് എടുക്കുന്നുണ്ട്, എൻ്റെ ഇക്കയുടെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടുപിടിച്ചതിന് ശേഷം എന്നെ സന്ധ്യ പറയുമ്പോൾ സേതു പറയുന്നു, അതൊരു കൊലപാതകമായിരുന്നുവോ എന്ന് തന്നെയാണോ മോള് ഇപ്പോഴും വിശ്വസിക്കുന്നത്? അതെ അച്ഛാ, അതിന് പല കാരണങ്ങളുണ്ട്, എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് സന്ധ്യ. ഏത് മഹാഭാപിയാണോ എന്തോ ഈ ചതി ചെയ്തത്, എന്തുവായാലും അതിനുള്ള ഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും, എനിക്കത് ഉറപ്പാണ്. എന്തായാലും നിന്റെ പോരാട്ടം നിർത്തണ്ട, അത് ചെയ്തവനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ കൊടുപ്പിക്കണം എന്നെ സേതു പറയുമ്പോൾ സന്ധ്യ പറയുന്നു, അതിന് തന്നെയാച്ചാ എൻ്റെ ശ്രമം. എന്തായാലും എന്നാണ് അതിന് എനിക്ക് സാധിക്കുന്നത് എന്നെനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. സൂക്ഷിക്കണം, ഇത് ചെയ്തവർ ചില്ലറക്കാരായിരിക്കില്ല, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരായിരിക്കും എന്ന് പറയുമ്പോൾ അവന്തികയുടെ മുഖത്തേക്ക് നോക്കി സന്ധ്യ പറയുന്നു, ഏത് കൂട്ടരായാലും കണ്ടുപിടിച്ചല്ലേ മതിയാവൂ അച്ഛാ. ഉടനെ ഞാൻ കണ്ടുപിടിക്കും, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് സന്ധ്യ പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് സേതു വിളിച്ചു, മോളെ നീ ആ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നിനക്ക് ഇവിടെ വന്ന് താമസിച്ചൂടെ? ഇവിടെയാകുമ്പോൾ എല്ലാവരും ഇല്ലേ? ഞാൻ വരുന്നുണ്ടച്ചാ, ഉടനെ സ്ഥിരമായി താമസിക്കാൻ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ അതിന് ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സം ഉടനെ മാറും, അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് സന്ധ്യ പറയുന്നു. ആയിക്കോട്ടെ എന്ന് സേതു പറയുമ്പോൾ പോവട്ടെ അവന്തിക എന്ന് പറഞ്ഞ് സന്ധ്യ പോകുന്നു. സന്ധ്യയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നുണ്ട് അവന്തികയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം സന്ധ്യയോട് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുകയായിരുന്നു മീരയും അർച്ചനയും. ആ സമയം അർച്ചനയ്ക്കൊരു കോൾ വരുന്നു. വിളിച്ചത് ഒരു ഡോക്ടറാണ്. ഡോക്ടർ വിളിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടിയെന്ന് പറയാനാണ്. സർജറിയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചില്ലേ, അതുപോലെ തന്നെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് നന്നായിട്ട് കരയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവും കാര്യങ്ങൾ, പിന്നെ കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് രാത്രിയിൽ. ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ രാത്രിയിലാണ്. അല്ല, അന്ന് തന്ന മരുന്ന് കൃത്യമായി കൊടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു മരുന്നുണ്ട്, മരുന്നിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു, അത് വാങ്ങിച്ച് രാത്രിയിൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്നും. അർച്ചനയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ എന്നും ചോദിക്കുന്നു. മനസ്സിലായെന്ന് അർച്ചന, ഞാനെല്ലാം കൃത്യമായി ചെയ്തോളാം, മരുന്ന് വാങ്ങിയിട്ട് ഞാൻ തന്നെ കുഞ്ഞിനത് കൊടുത്തോളാമെന്നും അർച്ചന പറയുന്നു. ഒരാഴ്ചയ്ക്കകം കുഞ്ഞിന് എന്തെങ്കിലും വയ്യാകെ തോന്നുവാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്നും ഡോക്ടർ പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് മീര ചോദിക്കുന്നുണ്ട്. പിന്നെയും അർച്ചന സന്ദീപിനെ വിളിക്കുന്നു. ആതിര അടുത്തുണ്ടെങ്കിൽ അവൾ അറിയാതെ വേഗം അടുക്കളയിലേക്ക് വരാൻ അർച്ചന പറഞ്ഞു. അങ്ങനെ സന്ദീപ് ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് വരുന്നു. എന്താ അടുത്ത് എന്ന് ചോദിക്കുന്നു. ഡോക്ടർ വിളിച്ചിരുന്നു, മോളുടെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി, സർജറിയുടെ കാര്യത്തിൽ മാറ്റമില്ല. ഡോക്ടർ ഒരു മരുന്നിൻ്റെ പേര് അയച്ചു തന്നിരുന്നു, അത് രാത്രിയിൽ 1 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് വീണ്ടും ചെല്ലണമെന്നാ പറഞ്ഞത്. ഞാൻ ആലോചിക്കുന്നത്, അതല്ല, രാത്രിയിൽ എങ്ങനെയാ ആ മരുന്ന് കൊടുക്കുന്നത്? ആ കാര്യം ആതിര അറിയില്ലേ? മരുന്നിനെ കുറിച്ച് അവൾ അറിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ അവൾ അറിയും. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് അർച്ചന. കുഞ്ഞിനെ അർച്ചനയുടെ അടുത്ത് എത്തിച്ചാൽ പോരെ എന്ന് മീര. മതി മോളെ, എൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയാൽ ഞാൻ കുഞ്ഞിന് മരുന്ന് കൊടുത്തോളാമെന്ന് അർച്ചന. എടുത്തി ഓരോ മണിക്കൂർ ഇടവിട്ട് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് റിസ്ക് എടുക്കേണ്ടി വരും, അതുകൊണ്ട് ആതിരയോട് കള്ളം പറഞ്ഞ് ഞാൻ കൊടുത്തോളാമെന്ന്. ഉറക്കമല്ല എനിക്കിപ്പോൾ വലുത്. ഈ കാര്യം അറിഞ്ഞിടം മുതൽ എങ്ങനെയാണ് ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നത്? കുഞ്ഞിനെ രാത്രി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പറ്റുമെന്ന് മീര. രാത്രി ആതിരയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ അർച്ചനയുടെ അടുത്ത് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് മീര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദൻ.
പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു നന്ദൻ. അവന്തിക അവിടേക്ക് വരുന്നു. നന്ദേട്ടൻ പുറത്തേക്ക് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദേട്ട ഒന്നും കഴിക്കുന്നില്ലേ എന്ന് അവന്തിക. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരെ മാറ്ററിലേക്ക് വാ, അല്ലാതെ സ്നേഹം നടിച്ച് സമയം കളയണ്ട എന്ന് ദേഷ്യത്തോടെ നന്ദൻ. ഒന്നാമത് നിനക്ക് സ്നേഹിക്കാൻ അറിയില്ല, ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ചോദിക്കാനുള്ള കാര്യം മര്യാദയ്ക്ക് ചോദിക്കുക എന്ന് നന്ദൻ. അധികകാലം ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും നിങ്ങളുടെ കാര്യം ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവന്തിക. പിന്നെ അല്ലാതെ എന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ഇത്രയുമുള്ള ആൾക്കാർ വേറെയില്ല. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അങ്ങനെ വേണമല്ലോ. ഇനി ഞാൻ ചോദിക്കാമെന്ന കാര്യം ചോദിക്കാം. ആ സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ നടക്കുന്നത് എന്ന് അവന്തിക. അവളും ധനുഷും തമ്മിൽ എന്താ ബന്ധമെന്ന് സന്ധ്യ നേരത്തെ കണ്ടപ്പോൾ നേരിട്ട് ചോദിച്ചുകൂടായിരുന്നോ? നിന്റെ കൂട്ടുകാരിയല്ലായിരുന്നോ? അങ്ങോട്ട് വിളിച്ച് ചോദിക്ക് എന്ന് നന്ദൻ. കൂട്ട് ഇപ്പോൾ ഇവിടെയല്ലേ എന്ന് അവന്തിക. മാറി നിന്നുള്ള സംസാരവും രഹസ്യം പറച്ചിലും നിങ്ങളോടല്ലേ ഇപ്പോൾ എന്ന് അവന്തിക. അവന്തികയെ നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് ദേഷ്യത്തോടെ നന്ദൻ അവന്തികയോട് പറഞ്ഞു. അതെ, ഈ മുറിക്ക് പുറത്ത് നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. ഭർത്താവില്ലാത്ത അവളുമായി മാറി നിന്ന് സംസാരിക്കുമ്പോൾ അത് എന്നെ കൂടെ ബാധിക്കും. ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവന്തിക പറയുന്നു. നിനക്ക് എന്ത് ഭാവി? ആരുടെങ്കിലും കൈകൊണ്ട് തന്നെ നീ ചാകും, അതാണ് നിന്റെ ഭാവി. എൻ്റെ കൈകൊണ്ടാവരുത് എന്ന് നീ പ്രാർത്ഥിച്ചോ? സന്ധ്യയും ഞാനും മാറി നിന്ന് സംസാരിച്ചാൽ നിനക്കെന്താ നാണക്കേടാണോ? സന്ധ്യ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാനത് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു. അത്ര മാത്രം നീ ഇപ്പോൾ അറിഞ്ഞാൽ മതിയെന്നും നന്ദൻ പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ ചോദിക്കുന്നു. അങ്ങനെ സന്ധ്യ എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്തു കൊടുക്കോ എന്ന്. അതെ, ചെയ്തു കൊടുക്കും എന്ന് നന്ദൻ. പറയുന്നത് മാത്രമല്ല, പറയാത്തതും ഞാൻ ചെയ്തു കൊടുത്തെന്നിരിക്കും. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. അവളുടെ ജീവിതത്തിൽ എന്നേക്കാൾ സ്ഥാനം നിങ്ങൾക്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഇത് കേട്ട് നന്ദൻ പറയുന്നു, അതിന് സന്ധ്യയുടെ ജീവിതത്തിൽ നിനക്ക് എന്ത് സ്ഥാനമാണുള്ളത്? അവളെ കൊല്ലാൻ നോക്കിയ നിന്നേക്കാൾ സ്ഥാനം എനിക്കുണ്ട്. നിങ്ങൾക്കും അങ്ങനെയാണോ? ഞാനാണോ അതോ അവളാണോ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു, അത് സന്ധ്യ തന്നെയാണ്. അതിന് നിനക്ക് ഒരു സംശയം വേണ്ട. പിന്നെയും ഒരു കാരണം തപ്പിപ്പിടിച്ചിങ്ങനെ ചോദിച്ചാൽ ഞാൻ സന്ധ്യ എന്ന് തന്നെ പറയും. നിനക്ക് സ്നേഹം കൂടിയപ്പോഴേ എനിക്കറിയാമായിരുന്നു സന്ധ്യ എന്തിനാണ് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം തേടി നടക്കുന്നത് എന്ന്. അത് ചോദിക്കാനാ വന്നതെന്നും എനിക്കറിയാമായിരുന്നു. അത് പറയാൻ എനിക്ക് മനസ്സില്ല. പിന്നെ മാറി നിന്ന് ഞങ്ങൾ സംസാരിച്ച കാര്യം അതും നീ അറിയണ്ട. രാവിലെ തന്നെ കുലസ്ത്രീ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദൻ പോകുന്നു. ദേഷ്യത്തോടെയും നിരാശയോടെയും നിൽക്കുകയാണ് അവന്തിക. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർച്ചനയും സച്ചിയും സംസാരിച്ചിരിക്കുകയാണ്. സച്ചി പറയുന്നു, നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ധനുഷ് ജാമ്യത്തിലിറങ്ങും. അത് തടയാൻ നമ്മൾക്ക് സാധിക്കില്ല. ഇനി ആലോചിക്കേണ്ടത് ഇനി അവൻ നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിലേക്ക് വരാതിരിക്കുക എന്നതാണ്. ഇതേസമയം അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ വരും, എനിക്കത് ഉറപ്പാണ്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹയുണ്ട്. അതാണ് ഞാൻ അറിയാതെ സ്നേഹയെ അവൻ ജയിലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളോട് സംസാരിച്ചത്. എന്തായിരിക്കും അവളോട് സംസാരിച്ചിട്ടുണ്ടാവുക? ഇതേ സമയത്ത് തന്നെ അർച്ചനയും പറയുന്നുണ്ട് സച്ചിയോട്, അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ സച്ചിയേട്ടാ? സ്നേഹയോട് പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും സ്നേഹയെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നും ഒക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. അതിൽ അവൾ വീഴുകയും ചെയ്തു. അവരുടെയും ഇതൊക്കെ തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അവൻ്റെ അഭിനയം ഞാൻ അറിയില്ല എന്നാണ്. ഏതുവരെ പോകുമെന്ന് നോക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരിക്കുന്നത്. അർച്ചനയും സച്ചിയോട് പറയുന്നുണ്ട്, ഇനിയും നമ്മൾ മിണ്ടാതിരുന്നാൽ സ്നേഹയെ നമുക്ക് നഷ്ടപ്പെടും. മുൻപ് നമ്മൾ എങ്ങനെയാണോ അവളെ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും വന്നു തുടങ്ങി. അവനെ ഈ വീട്ടിലുള്ള നന്ദേട്ടൻ തന്നെ ജാമ്യത്തിലെടുക്കുകയും ചെയ്യുകയാണിപ്പോൾ. അവൻ്റെയൊക്കെ വിചാരിക്കുന്നു, സന്ധ്യ എന്തിനാവും ധനുഷിനെ ജാമ്യത്തിലിറക്കുന്നത്? അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? അതിന് പിന്നിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് എന്തായിരിക്കും? സച്ചി അർച്ചനയോട് പറയുന്നു, നന്ദേട്ടൻ വിളിച്ചിട്ട് പോയതാണ് എന്നല്ലേ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്? അതിനപ്പുറം അവർക്ക് ഒന്നും അറിയാൻ വഴിയില്ല. നന്ദേട്ടൻ എന്തിനാണ് ഇതിന് പുറകെ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞങ്ങൾ വഴക്കിൻ്റെ വക്കോളം എത്തുകയും ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നമ്മളുടെ അതേ അവസ്ഥ തന്നെയാണ് നന്ദേട്ടനും. സ്നേഹ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുമെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ നന്ദേട്ടൻ എന്ത് ചെയ്യാനാ? അങ്ങനെ അവൻ ഇവിടെ വന്ന് സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അവളുടെ ഭാവി എന്താകും? അത് ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നു. അവന്തികയെ മനസ്സിൽ വിചാരിക്കുന്നു, ആ നാണക്കേട് ഈ കുടുംബത്തിനല്ല, സേതുമാധവന്റെ മകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയാലുള്ള നാണക്കേടല്ല. സേതുമാധവന്റെ മരുമകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന നാണക്കേടാണ് ഇവിടേക്ക് വന്ന് കയറേണ്ടത്. ഇതേസമയം അർച്ചനയും സച്ചിയോട് പറയുന്നു, അങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകുന്നതിന് മുമ്പ് സ്നേഹയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നോട് ദേഷ്യമായിരിക്കുമെങ്കിലും സാരമില്ല, ഞാൻ അവളോട് സംസാരിക്കാൻ പോവുകയാണ്. സച്ചേട്ടൻ വരുന്നോ? അവൾ എന്നോട് ഏത് രീതിയിൽ സംസാരിക്കുമെന്ന് അറിയില്ല.
എന്നാലും ഞാൻ സ്നേഹയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന ഇപ്പോൾ താഴേക്ക് പോകുന്നു സ്നേഹയെ കാണാനായിട്ട്. സ്നേഹയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കിച്ചണിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർച്ചന കിച്ചണിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ സ്നേഹ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുറിയിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ഇപ്പോൾ കിച്ചണിൽ നേരിട്ട് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ സ്നേഹ മദ്യപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടേക്ക് അർച്ചന വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുന്നു. ആഹാ, ഇതാര്? ഈ വീട്ടിലെ മജിസ്ട്രേറ്റോ എന്നെ സ്നേഹ ചോദിക്കുന്നു. അല്ല, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞെട്ടണം, ഇത്രയ്ക്ക് ഞെട്ടാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നുമില്ല. ഞാനും ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടല്ലോ എന്നോർത്ത് വേണം നിങ്ങൾ ഞെട്ടാൻ. എനിക്ക് നിങ്ങളായിട്ടുണ്ടാക്കി തന്ന ഈ അവസ്ഥയിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ കെട്ടി തൂങ്ങിയേനെ. ഇതില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ സംഭവിച്ചേനെയായിരുന്നു എന്നും വീണ്ടും കുടിച്ചുകൊണ്ട് പറയുകയാണ് സ്നേഹ. എന്നാൽ കുടിക്കുന്നതിന് മുമ്പ് തന്നെ അർച്ചന ആ ഗ്ലാസ് തട്ടിയെറിയുന്നു ദേഷ്യത്തോടെ. നിങ്ങൾ എന്നെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചതാണ് അല്ലേ ശല്യം എന്ന് പറഞ്ഞ് ആ കുപ്പിയോടെ എടുത്ത് കുടിക്കാൻ തുടങ്ങുകയാണ് സ്നേഹ. സ്നേഹ എങ്ങത്താ എന്ന് പറഞ്ഞ് സ്നേഹയെ തടയുകയാണ് അർച്ചന. ആ കുപ്പി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. കൂടെ സച്ചിയെയും വിളിക്കുന്നുണ്ട്. സച്ചിയേട്ട എന്ന് ഉറക്കെ വിളിക്കുന്നു. അവിടെ സച്ചി ഓടി വരുന്നുണ്ട്. ആ കാഴ്ച കണ്ട് സച്ചിയും ഞെട്ടി. വീട് നോക്കൂ എന്ന് പറഞ്ഞ് അർച്ചന ആ കുപ്പി വാങ്ങിച്ചിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നു. ആ സമയം സേതുവും അവിടേക്ക് വന്നു. എന്ത് കണ്ടോന്ന്? അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഈ വീട്ടിലെ ഓരോരുത്തരുമാണ് അതിന് കാരണക്കാരെന്ന് സ്നേഹ ഒരു കൂസലുമില്ലാതെ പറയുന്നു. മോളെ സ്നേഹ, നീ എന്ത് ഭ്രാന്താ കാണിക്കുന്നത് എന്ന് സച്ചി. അതെ, സ്നേഹിക്ക് ഭ്രാന്താണ്. അതിന് ഏറ്റവും വലിയ കാരണക്കാരി ദേ ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടത്തിയാണ്. എനിക്കിഷ്ടപ്പെട്ട ആളെ എൻ്റെ നന്ദേട്ടനും ഈ നിൽക്കുന്ന എൻ്റെ അച്ഛനും കൂടി കല്യാണം കഴിച്ചു തരാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചത് മുതൽ തുടങ്ങിയതാണ് ഇവർക്ക് ഈ അസൂയ. എന്നാൽ ആ കാഴ്ച കണ്ട് സേതു ആകെ തകർന്നു നിൽക്കുകയാണ്. അവൻ്റെ ഗെയിം അവിടേക്ക് വന്നു. കൂടെ അനഘയും. എൻ്റെ അസുഖം എന്നറിയോ? എൻ്റെയും ധനുഷിൻ്റെയും വിവാഹം മുടക്കാനുള്ള അസുഖം. ഈ അസുഖം അവർക്ക് നേരത്തെ തുടങ്ങിയതാണ്. ദേ നിൽക്കുന്നു അതിനെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. എന്തൊക്കെയോ കള്ളം പറഞ്ഞും ചെയ്തും എൻ്റെ ധനുഷിനെ ജയിലിലാക്കി. എന്നിട്ടിപ്പോൾ ഈ രാത്രി എന്നെ തിരക്കി ഇവരിവിടെ വന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? എന്നാൽ എനിക്ക് മനസ്സിലായി. നാളെ എൻ്റെ ധനുഷിന് ജാമ്യം കിട്ടുന്ന ദിവസമാണ്. ഒരിക്കൽ എന്നോട് അവനെ കാണാൻ പോകരുത് എന്ന് പറഞ്ഞ് ഇവരുടെ ഉപദേശം അല്ലെങ്കിൽ പൂട്ടിയിടണം. അതല്ലേ നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു, സ്നേഹ നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. സ്നേഹ പറയുന്നു, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ ഭാര്യയെപ്പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടൻ ഇതിനിടയിൽ കയറി സംസാരിക്കരുത് എന്താണെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഇങ്ങനെ മദ്യപിക്കാൻ മാത്രം നിന്റെ പ്രശ്നം എന്താ? അങ്ങനെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് സച്ചി. ആണോ? പരിഹരിച്ചു തരുമോ? എങ്കിലേ നാളെ എൻ്റെ ധനുഷ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. എനിക്ക് അവനെ വിവാഹം കഴിച്ച് താ എന്നൊക്കെ സ്നേഹ പറയുന്നു. എന്താ പ്രശ്നം പരിഹരിക്കുന്നില്ലേ? ഈ പ്രശ്നത്തിനാകെയുള്ള പരിഹാരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്ന് സ്നേഹ. ആ സമയം നന്ദനും അവിടെ എത്തി. എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. ഒന്നുമില്ല നന്ദേട്ടാ, ഞാൻ ഇത്രയും സമാധാനത്തോടെ ഇരിക്കുന്നത് എൻ്റെ ഏട്ടത്തിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തി എൻ്റെ സമാധാനം കളയുകയാണെന്ന് സ്നേഹ പറയുന്നു. അച്ഛൻ പോയി മുറിയിലിരിക്കെ, ഇത് ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് സേതുവിനെ മുറിയിലേക്ക് പറഞ്ഞയക്കുകയാണ് നന്ദൻ. സേതു മുറിയിലേക്ക് പോയ സമയം നന്ദൻ ദേഷ്യത്തോടെ സ്നേഹയോട് സംസാരിക്കുന്നു. എടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ല ഇതിന് പരിഹാരം കാണുമെന്ന്. പിന്നെയും നീ എന്തിനാ ഇത് ആവർത്തിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ നിനക്കിതൊക്കെ വാങ്ങിത്തരുന്നതെന്ന് ചോദിക്കുന്നു. അവൻ്റെ മുറിയിലേക്ക് പോകുന്നു. കണ്ട അവിടെ അച്ഛൻ്റെ അവസ്ഥ. എന്തൊക്കെയായാലും ശരി, ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നുവെന്നും ഇവിടെ ആരും ചെയ്യാൻ നിന്നിട്ടില്ല. അച്ഛൻ്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും, പക്ഷേ ബാക്കിയുള്ളവരുടെ വിഷമം ആർക്കും മനസ്സിലാവില്ല എന്ന് സ്നേഹ. മനസ്സിലാകും, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിനക്ക് വേണ്ടി ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും നന്ദൻ. ഞാൻ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ ദേ ഇവരായി ഇങ്ങോട്ട് വന്നത് എന്ന് സ്നേഹ. എന്താ അർച്ചനയ്ക്ക് നിന്നോട് സംസാരിച്ചൂടെ എന്ന് നന്ദൻ. വേണ്ട, എന്നോട് ഇവർ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളാം. അതിനിടയിൽ ഇവർ വന്ന് കയറുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയിട്ട് നിങ്ങൾ വലിയ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം എന്നൊക്കെ അർച്ചനയോട് സ്നേഹ പറയുന്നു. വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.